മലയാളികളുടെ സ്വീകരണ മുറികളിൽ റിയാലിറ്റി ഷോകളുടെ വസന്തകാലം വിരിയിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് രഞ്ജിനി ഹരിദാസും പേളി മാണിയും. ഒരാൾ ഇംഗ്ലീഷ് കലർന്ന മലയാളം കൊണ്ടും തന്റേടം കൊണ്ടും സ്റ്റേജ് ഷോകളിൽ വിപ്ലവം സൃഷ്ടിച്ചപ്പോൾ മറ്റൊരാൾ തന്റെ നിഷ്കളങ്കമായ കുസൃതിയും ഊർജ്ജസ്വലതയും കൊണ്ട് മലയാളികളുടെ പേളിയായി മാറി. ഇന്ന് ടെലിവിഷൻ സ്ക്രീനുകളിൽ നിന്നും ലോക സ്മാർട്ട് ഫോണുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ ഇരുവരും തങ്ങളുടെ കരിയർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് പറിച്ചു നട്ടു. ഇന്ന് മലയാളം യൂട്യൂബ് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രഞ്ജിനിയും പേളിയും തമ്മിലുള്ള മത്സരമാണ്. നടി ഭാവന ഒരേ സമയം രണ്ടുപേരുടെ ഷോകളിൽ അതിഥിയായി എത്തിയപ്പോൾ ഈ മത്സരം കൂടുതൽ പ്രകടമായിരിക്കുകയാണ്. വർഷങ്ങളോളം മലയാളം ആങ്കറിംഗ് രംഗത്തെ റാണിയായിരുന്നു രഞ്ജിനി ഹരിദാസ്. എന്നാൽ ഓൺലൈൻ മീഡിയയുടെയും അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ രഞ്ജിനി അല്പം വൈകിപ്പോയി എന്നൊരു തോന്നൽ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ കാത്തിരിപ്പിന് വിരാമമിട്ട് അങ്ങേയറ്റം പ്രൊഫഷണലായ ഒരു റീബ്രാൻഡിങ്ങിലൂടെയാണ് രഞ്ജിനി തിരിച്ചെത്തിയിരിക്കുന്നത്. സ്റ്റുഡിയോയിൽ ഇരുന്നുള്ള സ്ഥിരം ചോദ്യോത്തര രീതിയിൽ നിന്നും മാറി അതിഥിയെ സ്വന്തം വാഹനത്തിൽ പോയി പിക്ക് ചെയ്യുന്നത് മുതൽ അഭിമുഖം ആരംഭിക്കുന്ന ഒരു ട്രാവൽ ആൻഡ് ടോക്ക് ശൈലിയാണ് രഞ്ജിനി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവം നൽകുന്നു. സിനിമ, കായിക മേഖലകളിലെ അതിഥികളുമായി രഞ്ജിനി നടത്തുന്ന സംഭാഷണങ്ങൾ കേവലം ഗോസിപ്പുകളിൽ ഒതുങ്ങുന്നില്ല. അതിഥികളുടെ ജീവിതത്തെയും നിലപാടുകളെയും കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ രഞ്ജിനിയുടെ ഷോയിലൂടെ ലഭിക്കുന്നു. ഭാവനയുമായുള്ള അഭിമുഖത്തിൽ ശില്പ ബാലയുടെ സാന്നിധ്യം കൂടി വന്നപ്പോൾ അതൊരു പക്വതയുള്ള സംഭാഷണമായി മാറി. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പേളിമാണിക്ക് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ബിഗ് ബോസിന് ശേഷം പേളി എന്ന ബ്രാൻഡ് വളർന്നത് പൂർണ്ണമായും സോഷ്യൽ മീഡിയയുടെ കരുത്തിലാണ്. പേളിയുടെ വീഡിയോകളിലെ എഡിറ്റിംഗ് പാറ്റേൺ, ആകർഷകമായ ടീസറുകൾ, വൈകാരികമായ സംഗീതം എന്നിവയെല്ലാം പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പാകത്തിലുള്ളവയാണ്. തന്റെ വ്യക്തിജീവിതവും കുടുംബവിശേഷങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കുന്നതിലൂടെ ഒരു വലിയ ലോയൽ സബ്സ്ക്രൈബർ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പേളിക്ക് സാധിച്ചു. ഈ അടിത്തറയാണ് പേളിയുടെ അഭിമുഖങ്ങൾക്ക് വലിയ വ്യൂസ് നൽകുന്നത്. ഒരു വീഡിയോ ഇറങ്ങുന്നതിന് മുൻപ് പേളി പങ്കുവയ്ക്കുന്ന ഹൈ എനർജി ടീസറുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഭാവനയുമായുള്ള അഭിമുഖത്തിലും ഈ ചിരിപ്പൂരം തന്നെയാണ് പേളിയെ തുണച്ചത്. നടി ഭാവന 2 ചാനലുകളിലും അതിഥിയായി എത്തിയപ്പോൾ മലയാളം സൈബർ ലോകം ഇരു ഷോകളെയും വെച്ച് അളക്കാൻ തുടങ്ങി. ഇവിടെയാണ് ക്വാളിറ്റി vs ക്വാണ്ടിറ്റി എന്ന ചർച്ച ഉടലെടുക്കുന്നത്. പേളിയുടെ ചാനലിൽ ഭാവനയുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അത് 7.5 ലക്ഷം വ്യൂസ് പിന്നിട്ടു. എന്നാൽ രഞ്ജിനിയുടെ വീഡിയോ 2 ദിവസം കഴിഞ്ഞിട്ടും 1 ലക്ഷം പിന്നിട്ടതേയുള്ളൂ. ഇതിന് പിന്നിലെ പ്രധാന കാരണം പേളിക്ക് വർഷങ്ങളായുള്ള യൂട്യൂബ് പവർ തന്നെയാണ്. രഞ്ജിനിയുടെ ഷോയിൽ ഭാവന കൂടുതൽ ശാന്തമായി തന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പേളിയുടെ ഷോയിൽ ഭാവന ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്ന ഒരു സുഹൃത്തിനെ പോലെയാണ് പെരുമാറുന്നത്. രണ്ടും 2 തരം പ്രേക്ഷകരെയാണ് ലക്ഷ്യം വെക്കുന്നത്. യൂട്യൂബ് അൽഗോരിതം മനസ്സിലാക്കുന്നതിൽ പേളിമാണി ബഹുദൂരം മുന്നിലാണ്. കണ്ണ് വെട്ടിക്കാൻ കഴിയാത്ത തംബ്നെയിലുകളും ആകാംക്ഷയുണർത്തുന്ന ടീസറുകളും പേളിയുടെ കരുത്താണ്. അതിഥിയുമായി വളരെ പെട്ടെന്ന് ഇഴകിച്ചേരാനും അവരെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കാനും പേളിക്ക് പ്രത്യേക കഴിവുണ്ട്. രഞ്ജിനി ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ മാർക്കറ്റിംഗ് വശങ്ങൾ പഠിച്ചു വരുന്നതേയുള്ളൂ. എന്നാൽ നിലവാരമുള്ള ഉള്ളടക്കം നൽകുന്നതിൽ രഞ്ജിനി ഒട്ടും പിന്നിലല്ല. പലരും ചോദിക്കുന്നത് രഞ്ജിനിയും പേളിയും തമ്മിലാണോ മത്സരമെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് 2 വ്യത്യസ്തമായ കണ്ടന്റ് ക്രിയേഷൻ രീതികൾ തമ്മിലുള്ള മത്സരമാണ്. രഞ്ജിനി പക്വതയുള്ള പ്രൊഫഷണലായ ഒരു ടോക്ക് ഷോയുമായി വരുമ്പോൾ പേളി തന്റെ തനത് ശൈലിയിൽ ഒരു എന്റർടൈൻമെന്റ് ഷോയുമായി വരുന്നു. രഞ്ജിനി ഹരിദാസിന്റെ വരവ് പേളിയുടെ സാമ്രാജ്യത്വത്തിന് ഭീഷണിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം യൂട്യൂബ് ഒരു വലിയ കടലാണ്. അവിടെ എല്ലാവർക്കും അവരുടേതായ ഇടമുണ്ട്. എന്നാൽ പേളിയുടെ കുത്തകയായിരുന്ന പല അതിഥികളും ഇപ്പോൾ രഞ്ജിനിയുടെ ഷോയിലേക്കും താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നത് ഒരു മാറ്റം തന്നെയാണ്. മുൻപ് ദൃശ്യമാധ്യമങ്ങൾക്ക് മാത്രം ലഭിച്ചിരുന്ന താരങ്ങളുടെ ഡേറ്റുകൾ ഇപ്പോൾ വ്യക്തിഗത യൂട്യൂബ് ചാനലുകൾക്ക് ലഭിക്കുന്നു എന്നത് വലിയൊരു മാറ്റമാണ്. സെൻസർഷിപ്പ് ഇല്ലാതെ, സമയപരിധി ഇല്ലാതെ അതിഥികൾക്ക് സംസാരിക്കാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ അവസരം നൽകുന്നു. ലക്ഷക്കണക്കിന് വ്യൂസ് ലഭിക്കുമ്പോൾ അത് വലിയൊരു വരുമാന മാർഗമായി മാറുന്നു. പേളിയും രഞ്ജിനിയും തങ്ങളുടെ ഈ സെലിബ്രിറ്റി ഇമേജ് ബിസിനസ് പരമായി വളരെ നന്നായി ഉപയോഗിക്കുന്നു. 2 പേര് ഭാവനയെ തന്നെ ഒരേ സമയം അതിഥിയായി കൊണ്ടുവന്നതിൽ ഒരു തന്ത്രമുണ്ട്. ഭാവനയെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം പ്രേക്ഷകരും കേരളത്തിലുണ്ട്. ഭാവനയുടെ തിരിച്ചുവരവും ജീവിതവും എപ്പോഴും മലയാളികൾക്ക് താല്പര്യമുള്ള വിഷയമാണ്. അതിനാൽ തന്നെ ഭാവനയെ പങ്കെടുപ്പിക്കുന്നതിൽ ചാനലിന്റെ റീച്ച് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വ്യൂസിന്റെ കണക്കുകൾ നോക്കിയാൽ പേളിമാണിയാണ് നിലവിലെ ജേതാവ്. എന്നാൽ രഞ്ജിനി ഹരിദാസിന്റെ റീബ്രാൻഡിംഗ് പാത ശരിയായ ദിശയിലാണ്. സോഷ്യൽ മീഡിയയിൽ പതുക്കെ വേരുറപ്പിക്കുന്ന രഞ്ജിനി വരും മാസങ്ങളിൽ പേളിക്കും മറ്റ് ഓൺലൈൻ മീഡിയകൾക്കും വലിയ വെല്ലുവിളിയാകുമെന്നതും ഉറപ്പാണ്. പേളി തന്റെ എഡിറ്റിംഗ് മികവ് കൊണ്ടും ഫാൻ ബേസ് കൊണ്ടും 1ാം സ്ഥാനത്ത് തുടരുമ്പോൾ രഞ്ജിനി തന്റെ അനുഭവ സമ്പത്ത് കൊണ്ട്, പ്രൊഫഷണലിസം കൊണ്ടും പതുക്കെ ആ സ്ഥാനത്തേക്ക് നടന്നു കയറുകയാണ്. എന്തായാലും മലയാളികൾക്ക് ഇത് വിരുന്നാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട 2 താരങ്ങൾ ഒരേപോലെ സജീവമായി നിൽക്കുന്നത് കാണാൻ അവർ ആഗ്രഹിക്കുന്നു.